മഴ മാറി വെയിൽ കണ്ടതും രാവിലെ തന്നെ ഒരു ഗ്ലൗസ് ഇട്ട് കുറച്ച് ഒഡോമസും തേച്ച് മുറ്റത്തിൻ്റെ സൈഡിലെ കാടെല്ലാം പറിച്ച് വൃത്തിയാക്കാൻ ഇറങ്ങി. ചെടി ഒന്നും കയറാത്തതുകൊണ്ട് തന്നെ എല്ലാം പോയി. ഇനി നോക്കട്ടെ, ഒന്നും കൂടി എല്ലാം നന്നാക്കി എടുക്കണം. അതും കഴിഞ്ഞ് ഒരു കുളിയും കഴിഞ്ഞു. കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കപ്പ മുറിക്കുമ്പോൾ കയ്യും മുറിച്ച് പാതി വഴിക്കുന്ന ഒരു കപ്പ ബിരിയാണിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇന്ന് കപ്പ ബിരിയാണിയാണ്. കപ്പ മുറിച്ച് വെച്ചുകൊണ്ട് തന്നെ അത് കുക്കറിലേക്ക് ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളക്കാന്താരി ഇഷ്ടംപോലെ ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം പച്ചമുളകിൻ്റെ ഉപയോഗം കുറച്ച് കുറവാണ്. ആ സമയം കൊണ്ട് കപ്പ വന്നിട്ടുണ്ട്. ഇനി കുക്കറിലോട്ട് ചിക്കൻ, കറിവേപ്പില, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, വെള്ളം, ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഞാൻ വീണ്ടും വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത മസാലക്കായിട്ട് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അതെല്ലാം ഇട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് തക്കാളിയും കൂടി ചേർത്തിട്ട് അതൊന്ന് സോഫ്റ്റായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കപ്പയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ച് കുഴച്ചെടുക്കണം. കണ്ട അടിപൊളിയില്ലേ കാണുമ്പോൾ തന്നെ. ലാസ്റ്റായിട്ട് കറിവേപ്പിലയും ഗരം മസാലയും വെളിച്ചെണ്ണയും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ ബിരിയാണി റെഡി. പെട്ടെന്നൊരു കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാം. നല്ല വിശപ്പുണ്ടായിരുന്നു, അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.